ചാണ്ടി ഉമ്മൻ ആ ചാണ്ടി ഉമ്മൻ ആ വീട്ടിലെത്തിയ അമ്മയെ കാണുകയാണ് ആ ദൃശ്യങ്ങൾ. മകളെ കൊണ്ട് പോയാണ്ട് എന്റെ മകളെ ചതഞ്ഞു പോയി മോനെ. മക്കളെ എന്റെ മോനാ, എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയേ. എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയി. എന്റെ കുഞ്ഞ് അരഞ്ഞ് ഇനിയൊന്നും ബാക്കിയില്ല, ഒന്നും ബാക്കിയില്ല. 9:00 ഞാൻ വിളിക്കുമ്പോൾ തുടങ്ങി അവള് ഫോണെടുത്തില്ല. 11:30 വരെ ഞാൻ വിളിച്ച് ഫോണെടുത്തില്ല. അത്രയും നേരം അവളെ മണ്ണിനടിയിൽ കിടക്കുമായിരുന്നേ. അവൾ അത്രയും നേരം മണ്ണിനിടയിൽ കിടക്കുമായിരുന്നേ. എന്റെ പോന്നാമ്മച്ചി, എന്റെ കുഞ്ഞ് പോയേ. എന്റെ വീട്ടിൽ അവളാണ് 2 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് എന്റെ ആരെന്നും പറിച്ച് നടക്കുവാണേ. തുണിക്കടയിൽ പോയാൽ എന്ത് കിട്ടാനാ? ഞാനും കിട്ടുന്നത് എനിക്ക് പെൻഷൻ കിട്ടും, അതും കൊടുക്കും. അവൻ വല്ലപ്പോഴും ഏതൊരു പണിയൊന്നുമില്ലേ, അവൻ വല്ല കിളയ്ക്കാനോ പെറുക്കാനോ ഒക്കെ അവൻ പോകും. അവൻ പറയും ഏത് തീട്ടം കോരിയാലും വേണ്ടില്ല, എനിക്ക് കാശ് കിട്ടും എന്നും പറഞ്ഞവൻ പോകും. ഞാൻ പറഞ്ഞു കിളയ്ക്കാനൊന്നും പോലെ മോനെ. എന്നമ്മ എൻ്റെ കൊച്ചുങ്ങൾക്ക് കാശ് കൊടുക്കാൻ അവള് വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ കിളയ്ക്കാൻ പോകും, ചേനയുടെ ചുവട് ചെത്താൻ പോകും. ചേനയ്ക്ക് മണ്ണിടാൻ പോണമ്മ, വാഴയ്ക്ക് മണ്ണിടാൻ പോണം. എനിക്ക് കൊച്ചു കാശേ കിട്ടുള്ളെങ്കിലും മുറ്റം കിട്ടും. എന്റെ പൊന്നു മക്കളെ, എന്റെ പൊന്നു സാറന്മാരെ, അദ്ദേഹം ഇന്നലെ മെഡിക്കൽ കോളേജിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നു. ആദ്യം തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട ഒരാളാണ് ചാണ്ടി. ഇന്നലെ രാത്രി നമ്മുടെ സൂപ്പർ പ്രൈം ചർച്ചയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും അവിടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധത്തിനിടയിലാണ് ഇരുന്നത്. ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെട്ട ആളാണ് ചാണ്ടി ഉമ്മൻ. ഇപ്പോൾ ആ അമ്മയോട് സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ചിറക് പിടിപ്പിക്കാൻ എന്ത് ചെയ്യും ഞാൻ? ഞങ്ങൾക്കൊരു വഴിയില്ല, എനിക്കൊരു വഴിയില്ല. അവള് പറയും അമ്മ, ഇല്ലാത്തൊന്നും ആരോടും പറയല്ലേ അമ്മ. 11 മണിക്കായിരുന്നു നേരത്തെ സംസ്കാരം തീരുമാനിച്ചിരുന്നത്. എങ്കിലും ആളുകളുടെ വലിയൊരു ഒഴുക്ക് അങ്ങോട്ടേക്കുണ്ട്. എല്ലാവരും വളരെ ഞെട്ടലോടെയാണ് ആ നാട്ടുകാർ മുഴുവൻ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. സഹപ്രവർത്തകർ കുടുംബശ്രീയും ഒക്കെയായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു സൗഹൃദത്തിൻ്റെ വലയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സമയം 12 മണി കഴിഞ്ഞും മാത്രമേ സംസ്കാരം നടക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്നുള്ള നേതാക്കളും അങ്ങോട്ടേക്ക് എത്തുന്നു. മന്ത്രിമാർ ആരെങ്കിലും വരുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.